അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 100 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. അൽഹംദുലില്ലാ. 101-ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا. തജ്വീദ് നിയമം നോക്കാം. അല്ലദീന, ഇവിടെ നോക്കൂ, ഹംസത്തുൽ വസ്ൽ ലാമിൻ്റെ കൂടെ ഒരായത്തിൻ്റെ തുടക്കത്തിലാണ് വന്നിട്ടുള്ളത് അല്ലേ. ലാമിൻ്റെ കൂടെ വന്നു, ഒരായത്തിൻ്റെ തുടക്കത്തിൽ വന്നു. ആയത്തിൻ്റെ തുടക്കത്തിൽ വരുമ്പോൾ ഹംസത്തുൽ വസ്ലിന് നമ്മൾ അ എന്നുള്ള ശബ്ദമാണ് കൊടുക്കുക കേട്ടോ. ഓക്കെ, ലാമിൻ്റെ കൂടെയും ആണെങ്കിൽ ലാമിൻ്റെ കൂടെയും ആദ്യത്തിലും ആയിക്കൊണ്ട് വരികയാണെങ്കിൽ അ എന്നുള്ള ശബ്ദം കൊടുക്കണം. ഓക്കെ, അല്ലദീന കാനത്, കാനത് തഇന് സുക്കൂന് വരുമ്പം നമ്മുടെ നാവിൻ്റെയും പല്ലിൻ്റെയും ഇടയിലൂടെ കാറ്റ് പുറത്തേക്ക് പോകുന്ന രൂപത്തിലാവണം തഇന് സുക്കൂന് കൊടുക്കേണ്ടത്. കാനത്ത്, കാനത്ത് എന്നല്ല കേട്ടോ, കാനത്ത്. ഓക്കെ, കാനത്ത് എന്നോതരുത്, കാഫിനൊരു ചെരുവ് എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാനത്ത്. അയുനുഹും, ആ ആ അയിന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. അയുനുഹും, മീമിന് സുക്കൂന് വന്നിട്ടുണ്ട് വ്യക്തമായിട്ട്. ഹും എന്ന് ഓതിയതിന് ശേഷം മാത്രം അടുത്ത വേർഡിലേക്ക് പോവുക. ഓക്കെ, ഫീ ഗിതാഇൻ, ഫീ ഫഇൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കണേ. ഫീ ഗിതാഇൻ, ഇവിടെ മദ് മുത്തസിലാണ് വന്നിട്ടുള്ളത് അല്ലേ. ഒറ്റ പദത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ 4-5 ഹരക്കത്ത് നീട്ടി ഓതൽ നിർബന്ധമാണ് കേട്ടോ. ഗിതാഇൻ. ഓക്കെ, ഇവിടെ ഇൻ കണ്ട, 2 കെസ്ര ഒരുമിച്ച വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വ്യക്തമാക്കിയിട്ട് ഇൻ എന്ന് വ്യക്തമാക്കി ഓതി കൊടുക്കുക. നമ്മൾ അതിനൊരു പേരും പഠിച്ചല്ലോ, ഇൽഹാർ ചെയ്യുക അല്ലേ. ഇൽഹാർ. ഓക്കെ, ഇൽഹാർ ചെയ്ത് ഓതുക കേട്ടോ. നൂൻ്റെ മുകളിൽ എന്തില്ല, സുക്കൂനില്ല. അൻ എന്ന് പറയാൻ കഴിയില്ല. എന്ന് മറച്ചു മണിച്ചു ഓതുക. അതിന് നമ്മളൊരു പേര് പഠിച്ചതാണല്ലോ, എന്തായിരുന്നു, ഇഖ്ഫാർ. ഓക്കെ, ദിക്രി, ദിക് കാഫിൻ്റെ സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുക്കണം കേട്ടോ. ദിക്, ദിക്. ഓക്കെ, ദിക്രി. അതിന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്ക നീട്ടി കൊടുക്കുക, സാധാരണ മദ്ദാണ് കേട്ടോ. വകാനു, വകാനു, ഇവിടെയൊക്കെ സാധാരണ നീട്ടേണ്ട മദ്ദുകളാണ്, 2 അക്ഷരം നീട്ടി കൊടുക്കണം. ഓക്കെ, വാവ് ചുണ്ട് സർക്കിളാക്കിക്കൊണ്ട് വേണം വാവ് ഉച്ചരിക്കാൻ. ഓക്കെ, വകാനു ലാ യസ്തതീഊന, ലാമിൻ്റെ കൂടെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 2 അനക്കം നീട്ടി കൊടുക്കണേ. ലാ യസ്തതീ, ന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്, 2 അനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ അയിനിൻ്റെ കൂടെയും വാ മദ്ദും വന്നിട്ടുണ്ട് അല്ലേ, സാധാരണ മദ്ദാണ്, 2 അനക്കം നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. യസ്തതീഊന സംഅ, സംഅ 2 അനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് 102-ാമത്തെ ആയത്ത് ഓതി നോക്കാം. أفحسب الذين كفروا أن يتخذوا عبادي من دوني أولياء إنا أعتدنا جهنم للكافرين نزلا. ഓക്കെ, തജ്വീദ് നിയമം നോക്കാം. അഫഹസിബല്ലദീന, അഫഹസിബല്ലദീന, ദാലിന് ശേഷം യാ മദ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. കഫറൂ അയ്യ, നോക്കൂ, ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്, മദ് മുൻഫസിലാണ് അല്ലേ. ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. മദ് മുൻഫസിൽ, അവിടെ 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ, കഫറു എന്ന് ഓതരുത് കേട്ടോ. കഫറു, ഓക്കെ, കഫറു അയ്യത്ത
യത്തഖിദു. നൂനിന് ശേഷം യ വന്നാൽ, സക്കിനായ നൂനോ തെൻവീനോ ശേഷം യ വന്നാൽ മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം. അതിന് നമ്മളൊരു പേര് പഠിച്ചു. എന്തായിരുന്നു? ഇത് ബിഒന്ന ചെയ്യണം അല്ലേ? മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം. താൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കണം കേട്ടോ. യത്തഖിദു. ഇവിടെ വാവ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ഇബാദി. ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടേണ്ട സാധാരണ മദ്ദുകളാണ് കേട്ടോ. ഇബാദി. മിൻ ദൂനി ഔലിയാ. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഇഖ്ഫാ ചെയ്യും, മറച്ചു മണിച്ചോതും. മിൻ എന്ന് പറയാൻ കഴിയില്ല. നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെയും ഇടയിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ട് വേണം ഓതാൻ കേട്ടോ. ദൂനി. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുൻഫസിൽ. ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. മദ് മുൻഫസിൽ. നാലറക്കത്ത് വരെ നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഔലിയ. ഇവിടെ നിർത്താനുള്ള ജീമുണ്ട്, നമുക്കവിടെ നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടി ഓതി പോവുകയും ചെയ്യാം. ഓക്കെ. ഔലിയ. നമ്മളിവിടെ നിർത്തുകയാണെങ്കിൽ ഹംസക്ക് സുക്കൂന് കൊടുത്ത് ഔലിയ എന്ന് പറഞ്ഞ് നിർത്തുക കേട്ടോ. ഓക്കെ. കൂട്ടി ഓതി പോവുകയാണെങ്കിലോ ഔലിയ ഇന്ന അഅ്തദ്ന. ഈ രൂപത്തിൽ കൂട്ടി ഓതി പോവുക കേട്ടോ. ഓക്കെ. ഇന്ന അഅ്തദ്ന. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുൻഫസിലാണ് അല്ലേ? ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. നൂൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, നൂന് നന്നായിട്ട് മണിക്കണം കേട്ടോ. ഇന്ന അഅ്തദ്ന. ഓക്കെ. ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹാഫ് സുക്കൂന് കൊടുക്കുക. ദാലിന് ഫുൾ സുക്കൂന് കൊടുക്കുക. ദാല് കൽക്കലയുടെ ലെറ്റർ ആണ് അല്ലേ? ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. ജഹന്നമ. നൂനിന് ശ്രദ്ധ വന്നാൽ, നൂനിൻ്റെ മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിക്കണം കേട്ടോ. ജഹന്നമ ലിൽ കാഫിരീന നുസുല. ലിൽ കാഫിരീന നുസുല. രണ്ടനക്ക് നീട്ടി ഓതി നിർത്തണം കേട്ടോ. 103-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല. തജ്വീദ് നിയമം നോക്കാം. ഖുൽ ഹൽ. ഖുൽ ഹൽ. ഖാഫ്. ഖാഫ് എവിടുന്നാ വരുന്നത്? നാവിൻ്റെ മൊരട് ഭാഗം അല്ലേ? ഖുൽ ഹൽ നുനബ്ബിഉകും. ബഇന് ശ്രദ്ധയുണ്ട്, ബഇനെ ഒന്ന് കനപ്പിക്കണം കേട്ടോ. നുനബ്ബിഉ. ഹംസ വന്നിരിക്കുന്നത് നോക്കൂ. ഹംസ നമ്മൾ പല ലെറ്റേഴ്സിൻ്റെ മുകളിലോ തായോ ആയിട്ടൊക്കെ ഹംസ വരൂലേ? അപ്പം നമ്മൾ നോക്കേണ്ടത് ഹംസേനെ മാത്രമാണ്. അപ്പോൾ ഉ എന്നവിടെ ഉച്ചരിക്കുക കേട്ടോ. നുനബ്ബിഉകും ബി. മീമിന് എന്തില്ല? സുക്കൂനില്ല അല്ലേ? നുനബ്ബിഉകും എന്നവിടെ നമുക്ക് വ്യക്തമാക്കി ഓതാൻ കഴിയില്ല. അപ്പോൾ അവിടെ നമ്മളവിടെ എന്ത് ചെയ്യണം? അവിടെ ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിച്ചോതണം കേട്ടോ. എങ്ങനെ ഓതും? നുനബ്ബിഉകും ബിൽ. ഓക്കെ. ഈ രൂപത്തിൽ. ബിൽ അഖ്സരീന. ബിൽ അഖ്. ഇനി സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. അഖ്സരീന അഅ്മാല. അഅ്മാല. രണ്ടനക്ക നീട്ടി ഓതി വഖഫ് ചെയ്യണേ. 104-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. 104-ാമത്തെ ആയത്തിൻ്റെ തജ്വീദ് നിയമം നോക്കാം. അല്ലദീന. ഇവിടെ നോക്കൂ, സ്റ്റാർട്ടിങ്ങിൽ ഹംസത്തുൽ വസ്ൽ ലാമിൻ്റെ കൂടെ ചേർന്ന് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഹംസത്തുൽ വസ്ലിൻ്റെ ശബ്ദം എന്താവും? അ എന്നാവും കേട്ടോ. അല്ലദീന എന്നിങ്ങനെ ഓതിക്കൊടുക്കും. ضل. ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ലാമിനെ ഒന്ന് കനപ്പിച്ച് ഓതിക്കൊടുക്കണേ. ضل സഅയുഹും. സഅയുഹും. ഹാഫ് സുക്കൂൻ കൊടുക്കണം കേട്ടോ. ഐനിന് ഹാഫ് സുക്കൂൻ. സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ. ഫിൽ ഹയാത്തി ദുനിയ വഹും. വഹും. ഇവിടെയൊക്കെ മീമിന് സുക്കൂന് വന്നിട്ടുണ്ട്. വ്യക്തമായിട്ട് ഓതിയതിന് ശേഷം മാത്രം അടുത്ത വാക്കിലേക്ക് ഓതുക കേട്ടോ. യഹ്സബൂന. യഹ്. ഹാഫ് സുക്കൂന് കൊടുക്കുക. യഹ്.
യഹ്സബൂന അന്നഹും. നൂനെ നന്നായിട്ട് മണിക്കണം കേട്ടോ, ശ്രദ്ധ വന്നിട്ടുണ്ട്. അന്നഹും യുഹ്സിനൂന. ഇവിടെയും ഹന്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. യുഹ്സിനൂന സുൻആ. യുഹ്സിനൂന സുൻആ. ഓക്കെ. സുൻ, നൂന് സുക്കൂന് വന്നിട്ടുണ്ട്, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി. സുൻ സുൻആ. അതിനെ രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യണം കേട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.